ഇന്ന് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഓവറായിട്ട് പിന്നീട് തരുന്ന കേട്ടത്. ഇതിനും സൗണ്ട് കൊടുക്കാൻ വേണ്ടി എൻ്റെ സൗണ്ട് ഫോണിൻ്റെ ഒക്കെ അടിച്ച് പോയിക്കണ്. പക്ഷെ എന്നാലും നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഞാൻ സൗണ്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ബസ് സ്റ്റേഷൻ്റെ ഇവിടെ അവിടേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ നിന്നോടത്തുനിന്ന് പറഞ്ഞ സ്ട്രീറ്റ് നമ്പർ 17 ആയിരുന്നു. അവിടുന്ന് ഇവിടേക്കുള്ള ബസ് കയറി ഇനി ഇവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് കണ്ടുപിടിക്കണം, എന്നിട്ട് പിന്നീട് യാത്ര തുടരണം. ഒരുപാട് മെഡിസിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ നോർമലി ഹെഡേക്ക്, അതുപോലെ പനി, ജലദോഷം, വയറുവേദന, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഇൻഫെക്ഷൻ വന്ന കേൾക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഈ ചെസ്റ്റ് ഇൻഫെക്ഷനായിട്ട് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുക സംഭവം വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടും ഇവിടുത്തെ വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നത് റൂഫ് ടോപ്പിലായിരുന്നു ഫസ്റ്റ് ഡേ ഒരു ഡോം എടുത്തത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പണിയാന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഈ ചാപ്റ്ററിൽ കണ്ട പോലെ ഒരു ബഡ് ഹൗസ് പോയിരുന്നു. അവിടെ നിന്നും അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടി. ഈ രണ്ട് ഏരിയ ഇന്ന് പണി കിട്ടിയതാവാനാണ് സാധ്യത എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോർമലി ഗോരഖ്പൂർ നമ്മൾ ഭാഗത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ അനുഭവം ആദ്യമായിട്ട് ഇരുന്നിട്ടോ. കാരണം ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് തന്നെ നമുക്ക് നല്ല കെയർ ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ഒരു ഉള്ളേരിയായിരുന്നു. 1-2 വട്ടം കാണിച്ച്, പക്ഷേ ഒരു ഐഡിയ കിട്ടിയില്ല. പിന്നെ കൂടുതൽ നിന്ന് കാണിക്കേണ്ട, കാരണം ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയി കഴിഞ്ഞാൽ, ന്യൂമോണിയ ആയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അപ്പോൾ നേരെ നാട്ടിലേക്ക് തിരിക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ നാട്ടിൽ തിരിക്കണത്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ബസ്സിലായിട്ട് ഞങ്ങൾ പോണത്. ഈ നൈറ്റ് ടൈമാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യണത്. രാത്രി 8 മണിക്ക് കൊടുക്കുന്ന ബസ് നമ്മളെ ഗോരഖ്പൂർക്കുണ്ട്. ആ ബസ് സുനോലിക്കുണ്ട്. ആ ബസ്സിൽ കയറുന്ന ഏറ്റവും ബെറ്റർ 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വോൾവോ ബസ്സിൽ പോവാം. നല്ല സെമി സ്ലീപ്പർ അല്ല, പുഷ് ബാക്ക് സീറ്റ് ആവും. അതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കംഫർട്ട് യാത്ര കിട്ടും. അതല്ല സെമി സ്ലീപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബസ്സിൽ ഒരു കാരണവശാലും നിങ്ങൾ കയറരുത്. കുറേ പണികൾ ഇതിൽ വരാണ്ട്. ഞാൻ ബാക്കി കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വന്ന് പെട്ടുപോയതാണ് ഈ ബസ്സിൽ. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സംഭവം. 5 മണിക്ക് എത്തുന്ന പറഞ്ഞ ബസ് ലാസ്റ്റ് എത്തുന്നത് രാത്രി 8 മണിക്കാണ്. സീറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഈ ബസ് മാറ്റി കയറ്റി. ഞങ്ങളെ ഈ ബസ്സിൽ ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം വേറെ ബസ്സിൽ യാത്ര ചെയ്തൊരു ചെറിയൊരു മിനി ബസ്സായിരുന്നു. അതായിരുന്നു പിന്നീടുണ്ട യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബസ് വളരെ കംഫർട്ടിന് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ, മീൻസ് ഉള്ള കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. പക്ഷേ ഇതിന് ശേഷം വന്ന് മിനി ബസ് ആയപ്പോൾ ഭയങ്കര കൺജസ്റ്റഡായി ട്രാവലിങ്. പിന്നെ നല്ല ഡ്യൂറേഷനും വന്നു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബസ് എടുക്കുക, നല്ല വോൾവോ ബസ്, എല്ലാം നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ളത് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് എക്സിറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒരു ചായ കുടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ചായ കുടി ഞങ്ങൾ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ശേഷം കഴിക്കാമെന്നുള്ള പ്ലാനിലായി. കാരണം ലൈറ്റായി പോയാൽ ബസ് കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചെറിയ ഒരു മിനി ബസ്, ഇതിനെക്കാളും ചെറിയ മിനി ബസ് ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര സീരിയസ് യാത്ര. അതൊരു 8 മണിക്കൂറുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് കേട്ടോ. രാവിലെ ഒരു 8 മണിക്ക് കയറിയിട്ട് ഒരു 5 മണി 6 മണി ആ ടൈം കണ്ടുകൊണ്ട് ഇവിടെ എത്തിയെന്ന്. നല്ല യാത്ര. അത് കുറച്ചുകൂടി കംഫർട്ട് യാത്ര ടൈം എനിക്ക് തോന്നി. കാരണം ചുര ഇറങ്ങിയിട്ടുള്ളൊരു യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ വീഡിയോ, ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നി. ഈ ബസ് യാത്രനെക്കാട്ടും കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം ഡ്യൂറേഷനും കുറവായിരുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല ബ്രേക്ക് ടൈമും കാര്യങ്ങളൊക്കെ ബസ്സിന് സർവീസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡോണറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഡോണറ്റ്സ് ഉണ്ട് 50 രൂപ. ഇന്ത്യൻ മണിയല്ല, നേപ്പാൾ റുപ്പീസ്, ഷെക്കലാണ്, 50 ഷെക്കലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഷാപ്പിലും ഇതുപോലെ ആൽക്കഹോൾ അവൈലബിൾ ആണ്. എവിടെ ചെന്നാൽ നമുക്ക് സാധനം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ആൾക്കാർ കള്ളു കുടിച്ച് പാമ്പായി നടക്കുന്ന സീൻ. പിന്നെ നാളെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് ടോക്ക് എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഈ ഇങ്ങനത്തെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ചെറിയൊരു ഹോട്ടലുണ്ട്, കണ്ട ആൽക്കഹോൾ വെച്ചിങ്ങനെ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൂടി ഓപ്ഷൻ പറഞ്ഞുതരാം. മാക്സിമം ഫ്ലൈറ്റ് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കുക. ചായ കുടിച്ചതിന് ശേഷമാണ് സൗണ്ടൊക്കെ ഒന്ന് ഓപ്പണായി വന്നത്. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ബ്ലാക്ക് ടീന് പകരം മിൽക്ക് ടീയാണ് കുടിച്ചത്. എന്തായാലും ഇവിടെ കുറേ ടീംസ് ഇങ്ങനെ വരും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വെച്ചിട്ട്. 100 രൂപ ഉള്ളൂ. നാട്ടിൽ 100 രൂപ പറഞ്ഞാൽ 67 രൂപ ഏകദേശം സംതിങ് വരുള്ളൂ. 66 രൂപ സംതിങ് വരുള്ളൂ. നല്ല അടിപൊളി ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. പിന്നെ കുറേ ഫ്രൂട്ട്സും എല്ലാം കൂടി ആയിട്ട് നമ്മളെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ വലിയൊരു യാത്രന് വരാൻ പോകുന്നുള്ളത് ഞങ്ങൾ 3 ആൾ അറിയണ്ടായിരുന്നില്ല. എന്തായാലും ലൈഫിൽ 1.5 പണിയായി പോയി. അപ്പോൾ വീഡിയോയിലെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല യാത്ര കിട്ടും നിൽക്കില്ലേ. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത് സൊനോലി ബോർഡർക്കാണ് യാത്ര. 8:30 കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണിക്കൂറാണ് ഇത് കാണിച്ചത്. പക്ഷേ ഒരു 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് യാത്രയിൽ കിട്ടിയത്. നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാണ്, ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോട് കൂട്ടിയാണ് രാത്രി എത്തിയത് കേട്ടോ. സൊനോലി ബോർഡർ ഏകദേശം 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. ഇതിലെ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോർമലി നമ്മളെല്ലാവരും ബഡ്ജറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സാണ് ചൂസ് ചെയ്യുക. ഈ റോഡ് ഏകദേശം ഒരു 10-12 മണിക്കൂർ ഞങ്ങൾ ഈ റോഡിലുണ്ടായിരുന്നത്. ഒരു 8 മണിക്കൂറും റോഡ് ഡാമേജ് ആയ ഏരിയയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്.
അത്യാവശ്യം നല്ല ജെർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് അതാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബസ് എടുക്കരുത് തിരിച്ചു പോകുമ്പോൾ. അഥവാ നിങ്ങൾക്ക് ചോയ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വോൾവോ ബസ് സർവീസ് നൈറ്റ് ഉണ്ട്, അതെടുത്താൽ രാവിലെ ആകുമ്പോൾ നമുക്ക് സുനോലി ബോർഡറിൽ എത്താൻ പറ്റും, അത് ചൂസ് ചെയ്യുക. വോൾവോ സെമി സ്ലീപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ബസ് എടുത്താൽ മതി. ഒരിക്കലും ഇങ്ങനത്തെ ബസ് എടുക്കരുത് കേട്ടോ. സെമി സ്ലീപ്പർ ബസ്സിന് ഏകദേശം 1200 രൂപ മാക്സിമം എമൗണ്ട് ഉള്ളൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 800-1000 രൂപേൻ്റെ അടുത്തായി ഇതിന് ബസ് ചാർജും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 400 രൂപ മീൻസ് ചേഞ്ച് ചെയ്ത് കൂട്ടി കൊടുത്താൽ നല്ല ബസ്സിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നൈറ്റ് ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി സുനോലി ബോർഡർ എടുത്ത്. ഒന്നാമത് ഞങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്, എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ബസ് എടുത്ത് കേട്ടോ. നൈറ്റ് വരെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാട്ടിലെത്തണം എന്നുള്ള ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം 2000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നേപ്പാളിൻ്റെ ഉള്ളിൽ കറങ്ങാൻ ഏകദേശം 2000 രൂപ ഇന്ത്യൻ മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇന്ത്യൻ മണി കൊടുത്താൽ മതി. ഉള്ളിൽ കറങ്ങി ഏകദേശം 1200-1200 രൂപ ബസ് സർവീസ് ആകും. ഇവിടെ പിന്നെ സോഫ ബസ് പറഞ്ഞ ബസ് ഉണ്ട്, പ്രത്യേകിച്ച് റോഡ് ഡാമേജ് ആയിട്ടുള്ളടത്തൊക്കെ നല്ല സോഫ ബസ് ഉണ്ട്, അതുണ്ട്. നല്ല കുഷനും കാര്യങ്ങളൊക്കെ അതിൽ യാത്ര നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് എടുക്കുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്ന് സുനോലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. 2000-2500 രൂപ 3000 രൂപ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ റേറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഏകദേശം നല്ല ട്രാവലിങ്ങും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ടൈം. നല്ല അടിപൊളി കംഫർട്ടായിട്ട് യാത്ര ചെയ്ത് പെട്ടെന്ന് നാട്ടിലെത്താനും പറ്റും. ഇങ്ങനത്തെ ചെറിയ ബസ് ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. അനുഭവം കൊണ്ട് പറഞ്ഞതാട്ടോ. തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞൊന്നും വീഡിയോ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല കുഴപ്പമില്ലാത്ത ഹോട്ടലിൽ പോകണമായിരിക്കും. റൊട്ടി ഉണ്ട്, പിന്നെ എനിക്ക് 2 റൊട്ടി 3 രണ്ടാണ് 3 കൂടി റൊട്ടി അൺലിമിറ്റഡ് നോക്കട്ടോ. കഴിച്ച് നോക്കട്ടെ എന്താ പാട് നോക്കണം. അടിപൊളി സദ്യ, കച്ചമ്പറ്, സലാഡ്, കച്ചമ്പറ്, അച്ചാറ്, ചമ്മന്തി, സബ്ജി, ചപ്പാത്തി, പിന്നെ റൈസ് ഒക്കെ പാടാൻ 125 രൂപ. നാട്ടിലെ എപ്പോൾ റേഞ്ച് വന്നിട്ടുള്ളല്ലോ കൂടി. നാട്ടിൽ പോലും ഇങ്ങനെ കിട്ടൂലല്ലേ. കുഴപ്പമൊന്നുമില്ല, അടിപൊളി. കഴിച്ചോക്കട്ടെ. പിന്നെ ഞങ്ങൾ പോകുന്ന നേരത്ത് ഭക്ഷണം കഴിച്ച ഹോട്ടലാണിത്. നല്ല അടിപൊളി ഫുഡാട്ടോ, കുഴപ്പമൊന്നുമില്ല. ബൊഫേ സ്റ്റൈലാണ്, അൺലിമിറ്റഡ്, നമുക്ക് എത്രയും കഴിക്കാം. നല്ല സർവീസ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വീണ്ടും യാത്ര ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എത്രത്തോളം ഡ്യൂറേഷൻ സംഭവിക്കുന്നില്ല. അങ്ങോട്ട് പറഞ്ഞാൽ 5 മണി ടൈമിൽ ബോർഡറിൽ എത്തുന്ന പറഞ്ഞത്. പക്ഷേ 5 മണിയാണ് ടൈമിൽ ബോർഡറിൽ പോയിട്ട് ബോർഡറിന് ചുറ്റുവട്ടത്ത് പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. 8 മണിക്കാണ് ഞങ്ങളവിടെ എത്തുന്നത്. 8 മണിക്ക് അവിടെ എത്തിയിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നീട് യാത്ര തുറന്നു കേട്ടോ. കാരണം കംപ്ലീറ്റ്ലി വോയിസിൽ എനിക്ക് ക്യാമറയിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലാസ്റ്റ് ബോർഡറിലൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പം നല്ല ബ്രീത്തിങ് വിഷയം ഉണ്ടായതുകൊണ്ട് ഞാൻ ക്യാമറ വല്ലാതെ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതായിരുന്നു ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞൊരു 8 മണിക്കൂർ വരെ ഇതായിരുന്നു കണ്ടിന്യൂസ് റോഡില്ല. കാരണം അവരെ ഹൈവേൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെന്നാണ് തോന്നുന്നത്. ഫുൾ റോഡ് നമ്മളെ നാട്ടിലത്തെ പോലെ ഹൈവേൻ്റെ വർക്ക് പോലെ അയക്കണം. എല്ലായിടത്തും മാന്തി റോഡ് ഏതാണെന്ന് പോലും അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. നല്ല റോഡ് അതിൻ്റെ പാരലായിട്ട് ഉണ്ടാക്കിയാണ് ഒരു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നുമില്ല. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 8 മണിക്ക് കയറിയിട്ട് 8 മണിക്കാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണത്. ഈ റോഡായിരുന്നു ഈ പിന്നെ ചെറിയ ബസ്സും കൂടെ നമ്മളെ അവസ്ഥ അറിയാമല്ലോ. ഈ 5 മണിക്ക് സുനോലിൽ എത്താന്നുണ്ടെങ്കിൽ ഒരു 8 മണി 7 മണി കണ്ടുകൊണ്ട് നമ്മളെ ഇന്ത്യയിൽ ഗോരഖ്പൂർ എത്താൻ പറ്റുന്നത് ഞങ്ങൾ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് റൂം എടുത്തിട്ട് പിന്നെ റെസ്റ്റ് എടുത്ത് രാവിലെ 6 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. രാവിലെ അങ്ങനെ അവിടുന്ന് യാത്ര പിന്നീട് തുടരാം എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ സകല പ്ലാനിങ് തെറ്റിപ്പോയി. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിക്ക് എത്തി. പിന്നെ ഫുഡ് കഴിച്ച് ബോർഡറിൽ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ലാസ്റ്റ് ഗോരഖ്പൂർ എത്തുന്നത് രാത്രി 12:45 ടൈം. ഒരു പ്ലാനിങ്ങും നടന്നില്ല വിചാരിച്ച പോലെ. ഒന്നതാ ഈ റോഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാനിങ്ങും തെറ്റിപ്പോയി ഞങ്ങളെ. പിന്നീട് ഞാൻ നാട്ടിലേക്ക് തിരികെ യാത്ര ചെയ്തത്. ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തത്. അതും വൻ ദുരന്തമായി മാറി കേട്ടോ യാത്ര. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ ഏരിയയ്ക്ക് വരുമ്പോൾ. അങ്ങനെ ഇന്ത്യയിൽ നമ്മൾ വീണ്ടും കാലുകുത്തി. ഇന്ത്യൻ ബോർഡർ ആട്ടത്. ഇന്ത്യൻ ബോർഡറിലെത്തി.